വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരേ വിഷയമായിട്ടാണ് വരണത്. ഇത് ഇത്ര നാളും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കുന്നു, 26 വർഷം കഴിഞ്ഞു അംഗൻവാടി ജോലിയിൽ കയറിയിട്ട്. ഇന്നും അന്നും ഒരേ അവസ്ഥയാണ് ഞങ്ങൾ അംഗൻവാടിക്കാർക്ക്. ഒരു ടീച്ചറിൻ്റെ ഭർത്താവിന് 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ അപേക്ഷ വയ്ക്കാൻ പറ്റില്ല. കാരണം കുടുംബത്തൊരു അംഗൻവാടി ടീച്ചറുണ്ട്. അതുപോലെ ഒരു ടീച്ചർ വിധവയായി കഴിഞ്ഞാൽ വിധവാ പെൻഷൻ അപേക്ഷ വയ്ക്കാൻ പറ്റാത്ത എത്ര പഞ്ചായത്തുണ്ടെന്നറിയുമോ? പറ്റില്ല എന്ന് പറയും. വാർഡ് മെമ്പർ അടക്കം, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയും, ടീച്ചറല്ലേ, അപേക്ഷ വയ്ക്കാൻ പറ്റില്ല, 1,00,000-ൽ കൂടുതൽ വരുമാനമുണ്ട് ഒരു വർഷം. ഇതാണ് ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എത്രയോ വേദനാജനകമാണെന്നറിയോ? ആ ടീച്ചറുടെ ഭർത്താവിന് 60 വയസ്സ് കഴിഞ്ഞു, ഒരു പെൻഷൻ കിട്ടണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവാം. പക്ഷെ ഭാര്യയ്ക്ക് ഈ ജോലിയാണ്. എന്നാൽ ഈ ജോലി കൊണ്ട് എന്തെങ്കിലും ആവുന്നുണ്ടോ? അതുമില്ല. അന്ന് 26 വർഷമായിട്ട് കയറിയിട്ട് ഒരു തരി പൊന്നണിയാൻ ആഗ്രഹമുള്ള എന്തൊരു ടീച്ചർമാരുണ്ടെന്ന് അറിയാമോ? ഇന്നും അത് ഇല്ലാത്ത ആളുകൾ എത്രയുണ്ടെന്ന് അറിയാമോ? ഇന്നിപ്പം ഒരു 10,000 രൂപ കൊടുത്താൽ ആണ് ഒരു തരി മുട്ടു കാതിലേക്ക് ഒരു മീൻ കണ്ണ് പോലും വാങ്ങിച്ചിടാൻ പറ്റും. പക്ഷെ അത് പോലും സാധിക്കാത്ത എത്ര പേരുണ്ടെന്ന് അറിയാമോ? കാലാകാലങ്ങളായിട്ട് ഈ ദുരിതം തന്നെ. മാസത്തിൽ കിട്ടുന്ന ഒരൊറ്റ തവണയായിട്ട് ഈ കിട്ടുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താം. ഇതങ്ങനെയല്ല. ഉപ്പും തവിടുമായിട്ട് കിട്ടുന്ന പൈസ ഒന്നിനും ഞങ്ങൾക്ക് ഉപകരിക്കുന്നില്ല എന്നുള്ളത് വളരെ പരമാർത്ഥമായൊരു സത്യമാണ്. ഇനിയെങ്കിലും ഈ വകുപ്പ് മന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ഞങ്ങളെ ഒന്ന് കൈപിടിച്ചാൽ ഞങ്ങൾക്ക് ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാം. അതുപോലെ ബിരിയാണിയുടെ കാര്യം ഞാൻ ആദ്യം തൊട്ടേ പറയേണ്ടതാണ്. 10, 20, 30, 35, 40 കുട്ടികളുള്ള അംഗൻവാടികളുണ്ട്. കുറഞ്ഞതുമുണ്ട്. ഒരു കുട്ടി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു കുട്ടിയുള്ള അംഗൻവാടിയുണ്ട്. അപ്പോൾ ഈ അധികം അംഗൻവാടികളുള്ള കേന്ദ്രങ്ങളിൽ മാസത്തിൽ 2 മീറ്റിംഗ് നിർബന്ധമായിട്ടും 2 മീറ്റിംഗ് ഉണ്ട്. എന്നാൽ ഈ മീറ്റിങ്ങിനായിക്കോട്ടെ, നമ്മൾ പഞ്ചായത്ത് വിളിക്കുന്ന കാര്യത്തിനായിക്കോട്ടെ, ഹെൽത്ത് വിളിക്കുന്ന കാര്യത്തിനായിക്കോട്ടെ പോയി കഴിഞ്ഞാൽ ഒരു 5 പൈസ നമുക്ക് ടീ കാശ് ഇല്ല. അത് മറ്റൊരു സത്യം. ഈ കയ്യിലെ കിട്ടുന്ന ഗ്യാസിനും പച്ചക്കറിക്കും തേങ്ങയ്ക്കും മാങ്ങയ്ക്കും ഒക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസ നമ്മൾക്ക് കുടുംബത്തേക്കൊരു കാര്യം അല്ലെങ്കിൽ ഒരു കുറി അടയ്ക്കാൻ കിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യം. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ പിന്നെ ആര് ചെയ്യും? ചുരുക്കം പറഞ്ഞാൽ ഒരു നല്ല ഡ്രസ്സ്, നിങ്ങൾക്കറിയാം, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ സാമ്പത്തിക ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ മൊബൈലിന് മുന്നിൽ വന്നിട്ട് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇടാൻ വേണ്ടിയല്ല ഞാൻ ഈ പ്രായത്തിലും ഇങ്ങോട്ട് വന്നത്, ഈ ചാനൽ രൂപീകരിച്ചതിലേക്ക് വന്നത്. കാരണം അംഗൻവാടി ജോലി കൊണ്ട് ഒരിടത്തും എത്തില്ല. ഇതിൻ്റെ ഒപ്പം നമുക്ക് വേറൊരു തൊഴിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതും സാധിക്കില്ല. ഞാൻ കുറേ നോക്കി, മുട്ടക്കോഴി നോക്കി, കാടക്കോഴി നോക്കി, പശു നോക്കി, ആട് നോക്കി. ഞാൻ ചെയ്യാത്ത പണികളൊന്നുമില്ല. ഒന്നും സക്സസ് ആവില്ല. കാരണം നമ്മുടെ ഈ ജോലി അതുപോലത്തെ ജോലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇതും നമ്മളെ ഒരിടത്തും കരയെത്തിച്ചൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ, എന്നാൽ ഈ ഒരു ഇത്തിരി പൈസ ഞങ്ങൾക്ക് കൂട്ടി തന്നു കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ തൃപ്തികരമായിട്ട് നമ്മുടെ അംഗൻവാടിയിലെ കുട്ടികളെയും ഏരിയയിലുള്ള ഗർഭിണികളെയും പാലൂട്ടുന്ന അമ്മമാരെയും കൗമാരപ്രായക്കാരെയും വൃദ്ധരെയും ഒക്കെ അവരുടെയൊക്കെ ക്ഷേമം അന്വേഷിച്ച് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ആകെ ടെൻഷനാണ്. കാരണം ഇന്നിപ്പോൾ ഒരു ഇസാഫ് ലോൺ അടയ്ക്കാനുണ്ടെങ്കിൽ നാളെ മുത്തൂറ്റായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പൈസ ഇല്ല, സമയത്ത് നമുക്ക് കാശ് കിട്ടുന്നില്ല. ആരോടെങ്കിലും വായ്പ വെച്ചാൽ തിരിച്ചു കൊടുക്കട്ടെ. തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കിട്ടിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ. അപ്പോൾ ഈ വക 100,000 പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഓരോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അംഗൻവാടി പോയി കുട്ടികളുടെ അടുത്ത് കൈകാര്യം ചെയ്യുക. എത്രത്തോളം അത് ഭംഗിയാവുമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മതി. അത്രത്തോളം ടെൻഷനാണ് ഞങ്ങൾക്ക് സാമ്പത്തികത്തെക്കുറിച്ചുള്ള ചിന്ത. എന്നാൽ ഇതൊക്കെ എന്തിനാ ഇതിൽ നിന്നൊക്കെ ലോൺ എടുക്കണമെന്ന് ചോദിക്കും. മക്കളുടെ വിവാഹത്തിന് നമ്മൾക്ക് ആരെങ്കിലും 5 പൈസ തരുമോ? ആരെങ്കിലും തരുമോ? ഒരു ഈട് വയ്ക്കാൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ബാങ്ക് ലോൺ പോലെ കിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് എന്താ, പ്രത്യേകിച്ച് ഒരു ഈടും ഒന്നും കൊടുക്കണ്ട. ഇങ്ങനെ പോയി ഈ മൈക്രോ ഫിനാൻസുകളെ ആശ്രയിച്ചാൽ അവർ നമുക്ക് പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സാക്കി തരും. അതുകൊണ്ടാണ് നമ്മൾ അവരെ ആശ്രയിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇത്തിരി പ്രശ്നമായ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരാ തരാനുള്ളത്? ഇവരൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അങ്ങനെ ലോൺ എടുക്കും. ലോൺ എടുക്കുമ്പം അവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് ആകെ
വള്ളിക്കെട്ടിൽ ചെന്ന് പെടും അവസാനം. ഒട്ടനവധി അംഗൻവാടി പ്രവർത്തകരുണ്ട് ഇതുപോലെ കരകയറാൻ പറ്റാതെ ഈ വള്ളിക്കെട്ടിൻ്റെ ഉള്ളിൽ, മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ വള്ളിക്കെട്ടിൻ്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്ന ഒട്ടനവധി അംഗൻവാടി പ്രവർത്തകരുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊന്ന് കരകയറാനായിട്ട് അപ്പം ഇതിലേക്കൊക്കെ നമ്മൾ എടുത്ത് ചാടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ പൈസയില്ല, വരുമാനമില്ല. 26 വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ. അതുപോലെ 10, 30, 35, 40 വർഷമായി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിരിഞ്ഞു പോകുമ്പോഴൊക്കെ പിരിഞ്ഞു പോയാലത്തെ അവസ്ഥയാണ് അതിനേലും വലുത്. കാരണം അവർക്ക് എത്ര നിരാശയാണെന്ന് പറയാം. പിന്നെ ഇതെങ്കിലും കിട്ടുന്നില്ല, ഇതിൻ്റെ ബലത്തിൽ നിൽക്കാം. ഈ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞാൽ അതുമില്ല. ഒരുപാട് അവശതയിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. ഒരു വീടില്ലാത്ത, ഇപ്പോഴും വാടക കൊടുത്തിട്ട് താമസിക്കുന്ന ആളുകളൊക്കെ എത്രമാത്രം ഉണ്ടെന്നറിയോ? ഇതിനൊക്കെ ഒരു പോംവഴി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന ഈ പൈസയിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് കൂട്ടി കിട്ടുക, പിന്നെ അത് ഒന്നിച്ച് മാസത്തിൽ ആദ്യം ഒന്നിച്ച് തരിക, പിന്നെ ഒരു ESI ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരിക. ഇങ്ങനെ ഞങ്ങളുടെ മേലൊന്ന് കണ്ണ് തുറക്കുക. അപ്പോഴാണ് ഭാവിയിലെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അംഗൻവാടിക്കാരുടെ കൈകളിലാണ്. അപ്പോൾ അംഗൻവാടി ഈ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല രീതിയിൽ, ഇപ്പോഴും നല്ല രീതിയിലല്ല എന്നല്ല പറയുന്നത്, എവിടെയെങ്കിലും അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓരോ വ്യക്തികളുടെയും സ്വഭാവമാണ്. അല്ലാതെ മൊത്തത്തിൽ ഉള്ള അംഗൻവാടിക്കാർ പ്രശ്നക്കാരല്ല. എല്ലാവരും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നോക്കി പരിപാലിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അതിന് ഒരു പടി കൂടി ഒരു എന്താ പറയുക, ഒരു നന്മ വരും. എങ്ങനെ? ടീച്ചർമാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇത്തിരി പൈസ കൂട്ടിക്കിട്ടി അവരുടെ മാനസിക നില വേണം ആദ്യം സമാധാനപ്പെടുത്താൻ. അവർക്ക് നല്ലൊരു മാനസിക അവസ്ഥയുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. ഇപ്പം തന്നെ എന്താ പ്രവേശനോത്സവമൊക്കെ എല്ലാവരും മത്സരിച്ചായിരുന്നു കൈകാര്യം ചെയ്തത്. എന്നാൽ ഇതുകൊണ്ട് അതിൽ വലുത് നമുക്ക് തന്ന ഒരു 500 രൂപയുടെ സാധനങ്ങൾ നമുക്ക് കിട്ടിയത്. പക്ഷേ അതുകൊണ്ട് ആയില്ലല്ലോ. അവർക്ക് ചായ കൊടുക്കണം, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്കണം, അതിന് തക്കുന്ന സ്നാക്സ് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ ഞാൻ എൻ്റെ അംഗൻവാടിയിൽ വെള്ളയപ്പം കുറുമയാട്ടോ കൊടുത്ത ചായയും. അപ്പോൾ അതങ്ങനെയൊക്കെ ഭംഗിയാക്കണമെങ്കിൽ നമ്മൾ കണ്ണടച്ചങ്ങോട്ട് ചെയ്യുവാണ്. എല്ലാത്തിനും ഇപ്പോൾ കമ്മിറ്റിക്കാരുടെ സപ്പോർട്ട് ഉണ്ടായി എന്ന് വരില്ല. പല സമയത്തും നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ട കേസുകൾ ഒരുപാടുണ്ട്. മടുത്തു. ഇങ്ങനെ പോകുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ നേരെ ഒന്ന് കണ്ണ് തുറന്ന് ഞങ്ങളുടെ ശമ്പളം ഒരല്പം കൂട്ടിത്തരിക. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ആ ബിരിയാണി ഒന്ന് എടുത്ത് നീക്കണം. അങ്ങനെയൊന്നും ചെയ്യരുതേ. ഇനി വരുന്ന മെനുവിലെങ്കിലും ബിരിയാണി ഉൾപ്പെടുത്തരുത്. ഈ 10, 20, 30 അംഗൻവാടി കുട്ടികളുള്ള സെൻറ്ററിൽ നിന്ന് ടീച്ചർ മീറ്റിങ്ങിന് പോയി കഴിയുമ്പം, അല്ലെങ്കിൽ ഹെൽപ്പർ മീറ്റിങ്ങിന് പോയി കഴിയുമ്പം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുമോ? ഏറ്റവും എളുപ്പത്തിൽ പോഷകസമൃദ്ധമായ ഭക്ഷണം എങ്ങനെ തയ്യാറാക്കി കൊടുക്കാമെന്ന് അതാലോചിച്ച്, അത് അംഗൻവാടി പ്രവർത്തകരോടാണ് ശരിക്കും അതേക്കുറിച്ച് സംസാരിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു മെനു തയ്യാറാക്കുക. ഈ പുലിവാല് പിടിച്ച ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും, അതോടൊപ്പം ഇവിടെ കുഞ്ഞൊന്ന് വീണ അല്ലെങ്കിൽ തട്ടിമുട്ടി അതും പ്രശ്നമാണ്. മൺകുടങ്ങളാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ വൈകുന്നേരം തിരിച്ച് പേരൻസിനെ ആ കുടങ്ങൾ പൊട്ടാതെ ചടങ്ങാതെ ഒടിയാതെയൊക്കെ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്കതിനുള്ള സാവകാശം കിട്ടണം. അപ്പോൾ ഈ അടുക്കളയിൽ ഈ വക പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ അതിനെല്ലാം ആയ ഒരവസ്ഥ അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സംജാതമായി കിട്ടണം. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്, ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.